എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പുഷ്പ 2 ദ റോൾ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ചെറിയൊരു റിവ്യൂ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അല്ലു അർജുൻ്റെ മുൻപുള്ള ചില സിനിമേൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് പുഷ്പ 1, അതേപോലെ ആര്യ 2, പിന്നെ ഹാപ്പി, കൃഷ്ണ, അങ്ങനെ തുടങ്ങിയ അല്ലു അർജുൻ്റെ പഴയ സിനിമകളൊക്കെ സമയം കിട്ടിയപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ടിരുന്നു. സമയം കിട്ടിയപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഈ പഴയ സിനിമകളൊക്കെ കണ്ടു. ഈ പുഷ്പ 1 കാണാൻ കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു തവണ മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ള സിനിമയായിരുന്നു പുഷ്പ 1. അപ്പോൾ ആ സിനിമൻ്റെ സീക്വൻസും കാര്യങ്ങളും സീനുകളൊക്കെ എന്നോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം പല ആളുകളും എൻ്റെ ഫ്രണ്ട്സ് തന്നെയുള്ള പല ആളുകളും ഒരുപാട് തവണ കണ്ടിട്ടുള്ള സിനിമയാണ് ഈ പുഷ്പ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പുഷ്പ അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ല. ഒരു ആവറേജ്, ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമ, അത്യാവശ്യം നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സിനിമ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നിയത് KGF നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തൊരു സിനിമ പോലെ. കാരണം KGF പോലെ തന്നെ ഒരു തരത്തിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഇതിലും പുഷ്പ ഈ കള്ളക്കടത്തും കാര്യങ്ങളിലൊക്കെ പോകുന്നതും അമ്മൻ്റെ വിഷമങ്ങൾ കണ്ടിട്ടാണ് ഈ ചന്ദനക്കടത്തിലേക്കൊക്കെ പോകുന്നത്. അതൊക്കെ അതിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ KGF സ്വർണവും കാര്യങ്ങളും അതിലും ഒരു അമ്മയായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ ഒരു KGF നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തൊരു സിനിമയായിട്ടാണ് പുഷ്പ എനിക്ക് തോന്നിയത്. അതിനപ്പുറത്തേക്ക് ഒരു ടിപ്പിക്കൽ തെലുങ്കിലെ സിനിമയിൽ ഉണ്ടാകുന്ന മാസ് മസാല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മേക്ക് അടിച്ചൊരു സിനിമയായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ അതിൽ ഫഹദ് ഫാസിലിനെ ഉപയോഗിച്ച രീതി, വില്ലന്മാരെ യൂസ് ചെയ്ത രീതി, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യത്തിനും അത്യാവശ്യം ടിപ്പിക്കൽ തെലുങ്ക് സിനിമ എന്നതിനപ്പുറത്തേക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ എടുത്തു വെച്ച ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമ എന്ന് പറയാവുന്ന രീതിയിലുള്ള സിനിമയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പുഷ്പ. അതായത് ഒരു എബവ് ആവറേജ് അങ്ങനത്തെ ഒരു അനുഭവം തന്നിട്ടുള്ള സിനിമ. അല്ലാതെ KGF 2 പോലെ, KGF പോലെ, ബാഹുബലി സീരീസുകൾ പോലെ, അതുപോലെ സലാർ പോലെ, അതല്ലെങ്കിൽ കൽക്കി പോലെ ഇതുപോലൊന്നും വലിയൊരു അനുഭവം തന്നിട്ടുള്ള, ഒരു എക്സ്ട്രാ ഓർഡിനറി അനുഭവം തന്നിട്ടുള്ള ഒരു സിനിമ എന്നല്ല, ഒരു അത്യാവശ്യം തിരക്കേടില്ലാതെ ഞാൻ കണ്ടിരുന്ന സിനിമ. അതുകൊണ്ട് തന്നെ പുഷ്പ 2 കണ്ട സമയത്ത്, ഞാൻ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ടൊന്നല്ല പോയത്. പല ആളുകളും വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് വലിയൊരു മോശം സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുഷ്പ 1 തന്നെ ഒരു ആവറേജ് ലെവൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എബോ ആവറേജ് ലെവലിൽ ആസ്വദിച്ചത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പുഷ്പ 2 ഒരു ആവറേജ് ആ ഒരു ലെവലിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയുന്നത്. പൊതുവേ ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. എന്നാലും കൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് അനുഭവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇനി ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സിനിമേൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സുകുമാറാണ്. പിന്നെ ഇതിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സുകുമാറും ശ്രീകാന്ത് വിസ എന്നാണ്. ഇതിൽ രണ്ടുപേർ ചേർന്നിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നെവിൻ യവനി, യെല്ലമച്ചില്ലി രവി, ശങ്കർ, ഇവരൊക്കെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മിസ്രോളോ കുബ ബ്രോസക് എന്ന, എനിക്ക് തോന്നുന്നു ഹോളിവുഡ് ക്യാമറമാൻ എന്തോ ആണ്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നവീൻ നൂലി. മ്യൂസിക് ചെയ്തിരിക്കുന്നത് DSP ദേവിശ്വർ പ്രസാദ്. പ്രൊഡക്ഷൻ കമ്പനീസ് മൈത്രി മൂവി മേക്കേഴ്സ്, അതേപോലെ സുകുമാർ റൈറ്റിംഗ്സ്. സുകുമാർ എന്ന് പറഞ്ഞാൽ ഇതിലുണ്ട്. എനിക്ക് തോന്നുന്നു 400-500 കോടിയോളം മുടക്കിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കണ്ട സമയത്ത് ഈ 400 അല്ലെങ്കിൽ 450 അല്ലെങ്കിൽ 500 കോടിയിൽ ഒരു 300-350 അല്ലെങ്കിൽ 400 കോടിയും ഇതിൻ്റെ അഭിനേതാക്കൾക്കും ഇതിൻ്റെ സംവിധായകർക്കും മറ്റുള്ള ആളുകൾക്കും മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നി. സ്ക്രിപ്റ്റിലൊന്നും വലിയ രീതിയിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നി. അതൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അല്ലു അർജുൻ, പുഷ്പരാജായിട്ട്, പിന്നെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, ജഗദീഷ് പ്രതാപ് ഭണ്ഡാരി, ജഗപതി ബാബു, സുനിൽ, അനസൂയ ഭരദ്വാജ്, റാവു രമേശ്, ധനഞ്ജയ, ഷൺമുഖ്, സത്യ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അജയ്, പിന്നെ ശ്രീതേജ്, ഇങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയൊരു എക്സ്പെക്റ്റേഷൻ വെച്ച് പോകാത്തത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമില്ലാത്തൊരു അനുഭവം തന്നിട്ടുള്ളൊരു സിനിമ ആയിട്ടാണ് പുഷ്പ 2 തോന്നിയത്. ഇപ്പോൾ ഞാൻ നേരത്തെ പുഷ്പ 1ൻ്റെ കാര്യം പറയാൻ കാരണം അതിന് മുമ്പുള്ള ചില സിനിമകൾ, പ്രത്യേകിച്ച് അങ്ങ് വൈകുണ്ഠാപുരം വരെയുള്ള പിന്നെ നമ്മുടെ അല്ലു അർജുൻ സിനിമകൾക്ക്
ഒരു വേറെ ലെവലായിരുന്നു. കാരണം അത് ഒരു കുറച്ചും കൂടി ഒരു ചാമിങ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഒരു പ്രണയം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം യൂത്തിന് നല്ല രീതിയിൽ രസിക്കുന്ന രീതിയിൽ അത്യാവശ്യം പ്രണയം, അത്യാവശ്യം സെന്റിമെന്റ്സ്, അത്യാവശ്യം ആക്ഷൻ, മോശമില്ലാത്ത സോങ്ങുകൾ, ഇങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ പാക്കേജ് ആയിട്ടായിരുന്നു പൊതുവെ മുൻപുള്ള അല്ലു അർജുൻ സിനിമകൾ വരില്ലേ. അതിന് ആര്യ, ഹാപ്പി, കൃഷ്ണ, പിന്നെ ആര്യ 2 ഇതൊക്കെ അതിന് വലിയ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഒരു പരിധി വരെ അങ്ങ് വൈകുണ്ഠാപുരം എന്ന സിനിമയും ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു പടമാണ്. ഒരു കംപ്ലീറ്റ് എന്റർടൈനർ, അതായത് ഒരു പാക്കേജ് ആയിട്ട് യൂത്തിനൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാം, ഫാമിലികൾക്കൊക്കെ നല്ല രീതിയിൽ കയറി കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സിനിമ ആയിട്ടായിരുന്നു പൊതുവെ പിന്നെ അല്ലു അർജുൻ സിനിമകൾ വരാറുള്ളത്. പക്ഷെ പുഷ്പ 1-ന് ശേഷം, അല്ലെങ്കിൽ പുഷ്പ 1-ലെത്തിയ സമയത്ത് അതിനൊരു കുറച്ചും കൂടി ഒരു ഗൗരവം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഹൈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാൻ അല്ലു അർജുൻ ശ്രമിക്കുന്ന പോലെ തോന്നി. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ KGF-ൽ നിന്നോ അല്ലെങ്കിൽ ബാഹുബലിയിൽ നിന്നോ ഒക്കെ അങ്ങനത്തെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എനിക്കും വേണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അല്ലു അർജുൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ സുകുമാർ ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പുഷ്പ പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം അത് മാത്രമല്ല, ഈ പുഷ്പയിൽ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം അല്ലു അർജുൻ എന്ന നടൻ ഭരത് അല്ലു അർജുൻ ആയതിനു ശേഷം അതിൻ്റെ ഒരു ഭാരം അദ്ദേഹത്തിന് ആ സിനിമയിലും ഈ സിനിമയിലും ഉള്ളതായിട്ട് തോന്നി. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ഈ സിനിമയിൽ, അതായത് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ ഒരാവശ്യമില്ലാണ്ട് വെറുതെ അത് അല്ലു അർജുൻ്റെ ഒക്കെ റേഞ്ച് നമുക്കറിയാം, അഭിനയിക്കാനുള്ള റേഞ്ച് നമുക്കറിയാം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അനാവശ്യമായിട്ട് അഭിനയിച്ച് കയറാനുള്ള സീക്വൻസുകളൊക്കെ വെച്ചിട്ട് അനാവശ്യമായിട്ട് ഓവർ സെന്റിമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടൊരു അല്ലു അർജുനൊക്കെ കഴിയുന്നതിനപ്പുറത്തേക്ക് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ അഭിനയിക്കാൻ പ്രാധാന്യമുള്ള സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരാവശ്യമില്ലാണ്ട് പടത്തിൻ്റെ ഗ്രാഫ് തന്നെ താത്തി കളഞ്ഞിട്ടുണ്ട്. ഈ പടം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് അതേപോലെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ 2 സീക്വൻസ് ആയിട്ടിരിക്കുക. ഇതിൽ ഫസ്റ്റ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പുഷ്പ പോലെ തന്നെ പുഷ്പ സിനിമ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം പുഷ്പൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒന്നുമല്ല, അതുകൊണ്ടാണ് പുഷ്പ പോലെ എന്ന് പറയുന്നത്. അപ്പോൾ പുഷ്പ ഫസ്റ്റ് എടുത്തു വെച്ചതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മേക്കിങ്ങും അത്യാവശ്യം നല്ല പിന്നെ ഫഹദും ഇതേപോലെ അല്ലു അർജുൻ തമ്മിലുള്ള സീനും കാര്യങ്ങളും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഇതൊക്കെ നല്ല രീതിയിൽ എടുത്തു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിട്ട് പക്ക സീരിയൽ ലെവലിലേക്ക് മാറ്റിക്കൊണ്ട് വെറുതെ കുറേ സെൻറ്റിമെൻറ്റ്സ്, വെറുതെയുള്ള സീനുകൾ, പിന്നെ അനാവശ്യമായിട്ടുള്ള കുറേ പാട്ടുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ ഒരു ഉറക്കം വരുന്ന രീതിയിലേക്ക് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് മാത്രം ഒരു സിനിമ ആയിരുന്നെങ്കിൽ ഒരു വമ്പൻ ഒരു ഗംഭീര ഒരു അനുഭവം നമുക്ക് തരുമായിരുന്നു. നേരെ മറിച്ച് സെക്കൻഡ് ഹാഫ് മാത്രം ഒരു സിനിമയായി വന്നിരുന്നെങ്കിൽ പക്ക സീരിയൽ ലെവലിൽ ആയി ചെയ്യുമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 പാർട്ടും കൂടെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു മോശമില്ലാത്ത അനുഭവം. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലെ ചില സീനുകൾ, പ്രത്യേകിച്ച് ചില ആക്ഷൻ സീക്വൻസുകൾ, പിന്നെ ചില സീൻ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സീക്വൻസുകൾ, ചില ഡയലോഗുകൾ, ഇതൊക്കെ അത്യാവശ്യം നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നാം കുഴപ്പമില്ലല്ലോ, സിനിമ ഒന്ന് ട്രാക്കിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന് തോന്നും. പിന്നെയും വീണ്ടും പഴയ ലെവലിലേക്ക് പോകും. ആ രീതിയിലാണ് സിനിമയുടെ ഒരു പോക്ക്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലു അർജുന് നാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് ഈ സിനിമയിൽ അഭിനയപ്രാധാന്യമുള്ള മുഹൂർത്തങ്ങൾ, അഭിനയപ്രാധാന്യമുള്ള മൊമെന്റ്സ് കൂടുതൽ ഇൻജക്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നി. പിന്നെ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് സീക്വൻസ് ഒന്നും വലിയ മോശമല്ല. പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ഫൈറ്റ് എന്തിനായിരുന്നു പിന്നീട് തോന്നിയെങ്കിലും ആ ഫൈറ്റ് സീക്വൻസ് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ മൊത്തത്തിൽ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ഫൈറ്റുകളടക്കം ഒട്ടുമിക്ക ഫൈറ്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിട്ട് ഒരു സീരിയൽ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോയി. പിന്നെ ഫഹദ് ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഫഹദ് ഫാസിൽ അന്യഭാഷയിൽ നല്ല രീതിയിൽ നല്ല റോളുകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ യൂസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ ശിവകാർത്തികേയൻ്റെ വേലക്കാരൻ തൊട്ടിട്ട് ഇങ്ങനെ വിക്രം, അതുപോലെ മാമൻ, ഇതിലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫഹദിനെ നമ്മൾ ഈ പുഷ്പ 1-ന്റെ ക്ലൈമാക്സിൽ നമ്മൾ വിചാരിച്ച പുഷ്പ 2-ൽ ഫഹദിന് വലിയ റോളും ഒരു വലിയ വില്ലനിസം ഒക്കെ കാണാൻ സാധിക്കുന്നു. പക്ഷെ പുഷ്പ 2-ലേക്ക് ഒന്നും കൂടി ഒരു ഫഹദിന്റെ ഹ്യൂമർ സൈഡിനെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതുപോലെ തോന്നി. ഒരു വില്ലനിസം വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതിലൊക്കെ ചെറിയ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കാം. ഞാൻ വെറുതെ ഒരു വലിയ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഫഹദിനെ
യൂസ് ചെയ്ത രീതി ഒരു ആവറേജ് ആയിട്ടാണ് തോന്നി. പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ പടത്തിലാകെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് പറയാനുള്ളത് ഫഹദിന്റെ പെർഫോമൻസ് മാത്രമാണ്. നമുക്കറിയാം ഫഹദ് കിട്ടിയ റോള് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഫഹദിന്റെ ഒരു വില്ലനിസം ഒന്നുകൂടെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ ലെവലായിരുന്നു. കാരണം നമുക്കറിയാം പുഷ്പ 1ന്റെ ക്ലൈമാക്സിൽ ആ പടത്തിന്റെ ലെവല് തന്നെ മാറിയത് ഈ ബൻവർ സിംഗ് ഷെഖാവത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നതിന് ശേഷമാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, പുഷ്പ 2 ഒരു ഫഹദിന്റെ ഒരു പൂണ്ട് വിളയാട്ടം നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അത്ര കണ്ടുപോയിട്ടില്ല. കിട്ടിയ റോൾ അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഗംഭീര വില്ലനിസം ആ രീതിയിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് ടൈപ്പിലാണ് പോകുന്നത്. പിന്നെ പറഞ്ഞാൽ നമുക്ക് രശ്മിക മന്ദാനെ പറ്റി പറയാണ്ട് പോകാൻ കഴിയില്ല. കാരണം എനിക്കറിയാം പല ആളുകളും വലിയ ക്രഷാണ്, വലിയ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് രശ്മിക മന്ദാന. പക്ഷെ സത്യം പറഞ്ഞാൽ പുഷ്പ 1ലും ഭയങ്കര വെറുപ്പിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു രശ്മിക മന്ദാനൻ്റെ ക്യാരക്ടർ. പുഷ്പ 2ലും അങ്ങനെ തന്നെ വലിയ റോളൊന്നും ഇല്ലാതെ സാമി എന്ന് വിളിച്ചുകൊണ്ട് പുഷ്പരാജിനെ പിന്നാലെ നടക്കുന്ന ഒരു ക്യാരക്ടർ. പുഷ്പരാജിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഭാര്യ എന്നതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നമുക്കറിയാം ഒരു തെലുങ്ക് സിനിമയ്ക്ക് എന്താണ് വേണ്ടത്, ആ മസാലക്കൂട്ടുകളൊക്കെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു നായിക എന്നതിൻ്റെ അപ്പുറത്തേക്ക് വലിയ റോളൊന്നും രശ്മിക്ക് കൊടുത്തിട്ടില്ല. നല്ല രീതിയിൽ പുഷ്പ 1ൽ എങ്ങനെയായിരുന്നു വെറുപ്പിച്ചത് അതിനെ 100 ഇരട്ടി ഡബിൾക്ക് ഇതിൽ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പുഷ്പ 1ലൊക്കെ ഹിറ്റായ ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ ശ്രീവല്ലി, അതേപോലെ സാമി പോലത്തെ സോങ്ങുകൾ, ഇതൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ പുഷ്പ 2ലേക്ക് വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഹിറ്റ് സോങ് എന്ന് പറയാൻ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ സോങ്ങുകളില്ലാതെ പോയി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്യാവശ്യം തരക്കേടില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. തരക്കേടില്ലാതെ അല്ല, നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സീനുകൾ, പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസുകളും പുഷ്പന്റെ ഇൻട്രോ സീനുകൾ, പിന്നെ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ സെക്കൻഡ് ഇൻട്രോ സീനുകൾ, ഇതൊക്കെ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് ഹാഫ് ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഒരു നല്ല ഫസ്റ്റ് ഹാഫ് തന്നിട്ട് സെക്കൻഡ് ഹാഫിൽ സീരിയലിലേക്ക് പോയിട്ടുള്ള ഒരു ആവറേജ് അനുഭവം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കഥാപാത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നമ്മുടെ ഓൾ ഇൻ ഓൾ ത്രൂ ഔട്ട് അല്ലു അർജുൻ പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രം ഒരുക്കിയ സ്ക്രിപ്റ്റ് ആ രീതിയിലേക്കും അതിലേക്ക് മറ്റുള്ള കഥാപാത്രങ്ങളെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കഥാപാത്രങ്ങൾക്കൊന്നും വലിയ രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. അതിൽ ഫഹദിന്റെ ക്യാരക്ടറിന് പോലും വലിയ പെർഫോമൻസിനുള്ള സ്പേസ് കൊടുത്തിട്ടില്ല. മുഴുവൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ ഈ അല്ലു അർജുന്റെ ക്യാരക്ടർ മാത്രം നിറഞ്ഞു നിൽക്കണം എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചൊരു സ്ക്രിപ്റ്റ് പോലെ തോന്നി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിട്ടുള്ള ഓവർ സെന്റിമെന്റ്സ്, ഓവർ പാസം, പക്ക തമിഴ് തെലുങ്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അനാവശ്യമായിട്ടുള്ള ചില പാസം എലവന്റെ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫിൽ വെറുപ്പിച്ചിട്ടില്ലായിരുന്നു. ഇത്ര കണ്ട് വെറുപ്പിക്കാതെ അത്യാവശ്യം എഡിറ്റ് ചെയ്ത് ഈ സെന്റിമെന്റ് സീനിലൊക്കെ കുറച്ച് ലെങ്ത് കുറച്ച് സിനിമയുടെ മൊത്തത്തിലുള്ള ലെങ്ത് ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂറിനുള്ളിൽ സിനിമ ഒതുക്കി ചില സീനുകളൊക്കെ, അനാവശ്യമായിട്ടുള്ള സീനുകളൊക്കെ കട്ട് ചെയ്ത് അനാവശ്യമായിട്ടുള്ള പാട്ടുകൾ തിരികെ കയറ്റാതെ സിനിമ എടുത്തു വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി നല്ലൊരു അനുഭവം ഒരു പുഷ്പ ലെവലിലേക്ക് അല്ലെങ്കിൽ പുഷ്പ 1ന്റെ ലെവലിലേക്കുള്ള ഒരു അനുഭവം തരാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു പുഷ്പ 2. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള റിവ്യൂസ് എന്ന് പറഞ്ഞതുപോലെ അത്ര കണ്ട് ഒരു മോശം അനുഭവം അല്ലെങ്കിലും കൂടെ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമ, അത്യാവശ്യം മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള, അത്യാവശ്യം മോശമില്ലാത്ത സ്റ്റോറി പറയാൻ ശ്രമിച്ചിട്ടുള്ള ടിപ്പിക്കൽ സിനിമ എന്നുള്ള രീതിയിൽ കണ്ടു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ ഒരു ഓളം അല്ലെങ്കിൽ ആ ഒരു ലെവൽ സെക്കൻഡ് ഹാഫിലേക്കും കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് ലെവലിൽ എന്നതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഈ അടുത്തിറങ്ങിയ മറ്റുള്ള ചില സീക്വൻസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഇന്ത്യൻ 2 പോലുള്ള സീക്വൻസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ല എന്നെനിക്ക് തോന്നി. നിങ്ങൾക്കൊക്കെ മറ്റു പലർക്കും പല അഭിപ്രായമായിരിക്കും. എന്നാലും പുഷ്പ 1നെ അപേക്ഷിച്ച് അത്ര ലെവലില്ല പുഷ്പ 2 എന്ന് സെപ്പറേറ്റ് പറയാനാണ് ഉദ്ദേശിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ ഒരു ആവറേജ് അനുഭവം, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഡിഫറെൻ്റ് അനുഭവം തന്നിട്ടുള്ള, മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഒരു ആവറേജ് അനുഭവം തന്നിട്ടുള്ള ഒരു സിനിമ. പിന്നെ അത് ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ തവണ ദേശീയ അവാർഡ് കിട്ടിയത് കൊണ്ട് ഇത്തവണയും ദേശീയ അവാർഡ് എനിക്ക് തന്നെ വേണം എന്ന് വാശിക്ക് ചെയ്തതുപോലുള്ള ചില സീനുകളും ചില എലമെന്റുകളും നമുക്കറിയാം. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ചില എലമെന്റുകൾ കൂടുതൽ സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ ആ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനു വേണ്ടി ശ്രമിച്ച് ചില എലമെന്റുകളൊക്കെ തള്ളിക്കയറ്റി ഇഞ്ചക്ട് ചെയ്ത് കയറ്റി അനാവശ്യമായിട്ട് സ്ക്രിപ്റ്റിലേക്ക് തള്ളിക്കയറ്റിയതുപോലെ ചില സീനുകളും ചില
സീക്വൻസുകളൊക്കെ കണ്ടപ്പോൾ തോന്നി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് അനുഭവം തന്നിട്ടുള്ള സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയൊരു മോശം എന്ന ലെവലിലേക്കൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഞാൻ ഈ സിനിമക്ക് ഓവർ ഹൈപ്പിൽ പോയിട്ടില്ല. ഞാൻ ഈ സിനിമ ഒരു ആവറേജ് ആയിരിക്കുമെന്ന് മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ പോയതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓവർ ഹൈപ്പിൽ പോയ ആളുകൾക്കൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മോശം അനുഭവമാണ് കിട്ടിയതാണ് ഞാൻ കേട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അനുഭവം ഇതാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.